എജുപ്ലസിൻ്റെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ +2 ഇംഗ്ലീഷ് ചാപ്റ്റർ 13 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ദ ടൈഗർ ഇൻ ദി ടണൽ. ടണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുരങ്കം എന്നാണ് അർത്ഥം വരുന്നത്. ഇൻ ദി ടണൽ, തുരങ്കത്തിന് ഉള്ളിൽ എന്താണുള്ളത്? ടൈഗർ ആണല്ലേ, കടുവ. അപ്പോൾ നമ്മുടെ ഹെഡിങ് വരുന്നത് തുരങ്കത്തിനുള്ളിലെ കടുവ. അപ്പോൾ നമ്മുടെ ഈ ഒരു എൻ്റെ ചാപ്റ്റർ ഈ ഒരു കടുവയെക്കുറിച്ചിട്ട് എന്താണ് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് വരുന്നതാണെങ്കിൽ ഇത് ഫുൾ സ്റ്റോറി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല, അതിൻ്റെ ഒരു സമ്മറി മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പം ഇതിൽ ഫസ്റ്റ് തന്നെ സ്റ്റോറി തുടങ്ങുമ്പോൾ ഒരു കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. ടെമ്പു, a 12-year-old boy. അപ്പം നമ്മുടെ പ്രധാന കഥാപാത്രം വരുന്നത് ടെമ്പു എന്ന് പറഞ്ഞിട്ടുള്ളൊരു 12 വയസ്സ് മാത്രം പ്രായം വരുന്നൊരു ബോയ് ആണ് അല്ലേ, ഒരു ആൺകുട്ടിയാണ്. ആൻഡ് ഹിസ് ഫാമിലി ആർ സെൻട്രൽ ടു ദി പ്ലോട്ട്. എന്താണ്, അവന് ഒറ്റയ്ക്കല്ല, അവന് ഫാമിലിയുമായിട്ട് എവിടെയാണ് താമസിക്കുന്നത്? ആ ഒരു സ്ഥലത്തെ പ്ലോട്ടിലുള്ള ഒരു സെൻട്രൽ മധ്യഭാഗത്തായിട്ടാണ് താമസിക്കുന്നത്. ഹി ഷെയർഡ് എ ഹോം വിത്ത് ഹിസ് ഫാദർ ബാൽഡിയോ. അപ്പോൾ എന്താണ്, നമ്മുടെ ഈ ഒരു ടെമ്പു ഷെയർ ചെയ്യാന്ന് വെച്ചാൽ പങ്കിടുക. നോർമലി ഈ ഒരു ലൈൻ ഉദ്ദേശിക്കുന്നത് അവൻ്റെ ഫാമിലിയിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ്റെ പേര് വരുന്ന ബാൽഡിയോ എന്നാണ്. പിന്നെ അവൻ്റെ അമ്മയുണ്ട്, ഹിസ് മദർ ആൻഡ് ഹിസ് യങ്കർ സിസ്റ്റർ. യങ്കർ സിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളയ സഹോദരി എന്നാണ് കേട്ടോ. അപ്പോൾ മൂത്ത സഹോദരിക്ക് നമ്മൾ എന്ത് പറയും? എൽഡർ സിസ്റ്റർ. ഇതേപോലെ തന്നെയാണ് ബ്രദറിൻ്റെ കേസിലും, യങ്കർ ബ്രദർ അല്ലെങ്കിൽ എൽഡർ ബ്രദർ. ഓക്കെ. അപ്പം ഇവന് ആരുടെ കൂടെയാണ് താമസിക്കുന്നത്? അച്ഛൻ, ഒരു ഇളയ സഹോദരി ഉണ്ട്, പിന്നെ അമ്മ. ഇതാണ് ടെമ്പുവിൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കുന്നതാണെങ്കിൽ ദേ റിസൈഡഡ് ഇൻ ആൻ ഇന്ത്യൻ ട്രൈബൽ വില്ലേജ് ഓൺ ദി ഔട്ട്സ്കേർട്സ് ഓഫ് എ ജംഗിൾ. അപ്പോൾ എവിടെയാണ് അവർ താമസിക്കുന്നത്? റിസൈഡഡ്, താമസിക്കുന്നതെന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്. ഇൻ ആൻ ഇന്ത്യൻ ട്രൈബൽ വില്ലേജ്. ട്രൈബ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിവാസികൾ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ട്രൈബൽ വില്ലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിവാസി ഗ്രാമം ആണ്. അവിടെയാണ് നമ്മുടെ അതും ഇന്ത്യയിലെ ആദിവാസി ഗ്രാമത്തിലാണ് നമ്മുടെ ടെമ്പുവും അവൻ്റെ ഫാമിലിയും താമസിക്കുന്നത്. ഓൺ ദി ഔട്ട്സ്കേർട്സ് ഓഫ് ദി ജംഗിൾ. ജംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാടാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. ഔട്ട്സ്കേർട്സ് എന്ന് വെച്ചാലോ അതിന്ന് പ്രാന്തപ്രദേശം എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു ജംഗിളിലുള്ള പ്രാന്തപ്രദേശത്താണ് നമ്മുടെ ടെമ്പുവും ഫാമിലിയും താമസിക്കുന്നത്. ദേ വർ പുവർ. അപ്പോൾ ഇവരെന്താണ്? റിച്ച് അല്ല, അവരൊരു ദരിദ്രരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബാൽഡിയോ വർക്ക്ഡ് ആസ് എ വാച്ച്മാൻ നിയർ എ റെയിൽവേ ടണൽ ടു സപ്ലിമെൻറ്റ് ഹിസ് ഇൻകം. അപ്പോൾ എന്താണ്, അവർ ദരിദ്രരായതുകൊണ്ട് തന്നെ ആ ഒരു ടെമ്പുവിൻ്റെ അച്ഛൻ അല്ലേ, അച്ഛൻ്റെ പേരെന്താ വരുന്നത്? ബാൽഡിയോ. വർക്ക്ഡ് ആസ് എ വാച്ച്മാൻ. അപ്പോൾ എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ഒരു വാച്ച്മാനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ നമ്മുടെ നിയർ എ റെയിൽവേ ടണൽ അല്ലേ. റെയിൽവേ ടണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെയിൽവേൻ്റെ അടുത്തുള്ള ഒരു തുരങ്കത്തിലാണ് ഇദ്ദേഹം, ടെമ്പുവിൻ്റെ അച്ഛനായിട്ടുള്ള ബാൽഡിയോ വർക്ക് ചെയ്യുന്നത്. ടു സപ്ലിമെൻറ്റ് ഹിസ് ഇൻകം. ടു സപ്ലിമെൻറ്റ് ഹിസ് ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി അല്ലേ, ഒരു വരുമാന മാർഗത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ആ ഒരു റെയിൽവേ ടണലിൻ്റെ അടുത്താണ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ബാൽഡിയോസ് ടാസ്ക് വാസ് ടു കീപ് ദ സിഗ്നൽ ലാമ്പ് ബേണിംഗ് while also ensuring that there were no obstructions in the channel and that the train could pass through. അപ്പോൾ നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത്, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു റെയിൽവേ ടണലിൻ്റെ അവിടെയാണ് നമ്മുടെ ബാൽഡിയോക്ക് വർക്ക് എന്ന്, അതായത് ടെമ്പുവിൻ്റെ അച്ഛന് വർക്ക് ഉള്ളത്. ഇനിയിപ്പോൾ എന്ത് വർക്കാണ് അദ്ദേഹത്തിന് അവിടെ ഉള്ളത് നോക്കാം. അതാണ് ഈ ഒരു പോയിന്റ് പറയുന്നത്. ബാൽഡിയോസ് ടാസ്ക് വാസ് ടു കീപ് ദ സിഗ്നൽ ലാമ്പ് ബേണിംഗ്. അപ്പോൾ എന്താണ് ടാസ്ക് വരുന്നത്? അദ്ദേഹത്തിൻ്റെ പണി വരുന്നത് സിഗ്നൽ ലാമ്പിനെ ബേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തിക്കുക, അതായത് എന്താണ്, വെളിച്ചം കെടാതെ വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാൽഡിയോൻ്റെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ. കൂടാതെ ഓൾസോ എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പ് വരുത്തുക എന്നാണ്. ദാറ്റ് there were no obstructions. ഒബ്സ്ട്രക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തടസ്സവും, നോ ഒബ്സ്ട്രക്ഷൻ, ഒരു തടസ്സവും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുന്നത് കൂടെ നമ്മുടെ ഈ ഒരു ബാൽഡിയോൻ്റെ പണിയായിട്ട് വരുന്നുണ്ട്. ഇൻ ദി ചാനൽ ആൻഡ് ദാറ്റ് ദ ട്രെയിൻ കുഡ് പാസ് ത്രൂ അല്ലേ. ഈ ഒരു തുരങ്കത്തിനുള്ളിലൂടെ നമ്മുടെ ട്രെയിൻ പാസ് ചെയ്ത് പോകുമ്പോൾ അവിടെ യാതൊരുവിധ തടസ്സവുമില്ല. പിന്നെ അതിനുള്ളിലുള്ള ലൈറ്റ് ഓൺ ആണ്, അതിങ്ങനെ തന്നെ കത്തി നിൽക്കണം. ആ ഒരു മേൽനോട്ടം വഹിക്കുന്നതെല്ലാം നമ്മുടെ ടെമ്പുവിൻ്റെ അച്ഛനായിട്ടുള്ള ബാൽഡിയോ ആണ്.
നെക്സ്റ്റ് നോക്കാം. വില്ലേജസ് ഇൻ ടെമ്പൂസ് village regularly told and shared stories about a man-eating tiger that was frequently sighted near the tunnels. അപ്പോൾ എന്താണ് വില്ലേജസ് ഇൻ ടെമ്പൂസ് വില്ലേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമവാസികൾ അല്ലേ, ആ ഒരു ആദിവാസികളാണ്, ഇവിടെ ട്രൈബ്സ് ആണ് വരുന്നത്, ട്രൈബൽ വില്ലേജാണ്. അപ്പോൾ അവിടെ താമസിക്കുന്ന ആളുകൾ, അതാണ് വില്ലേജസ് എന്ന് വെച്ചാൽ ഗ്രാമവാസികൾ. ടെമ്പൂസ് വില്ലേജിൽ, അതായത് ടെമ്പൂൻ്റെ ഗ്രാമത്തിലെ ഗ്രാമവാസികൾ എന്നാണ് വില്ലേജസ് ഇൻ ടെമ്പൂസ് വില്ലേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെഗുലർലി ടോൾഡ് ആൻഡ് ഷെയർഡ് സ്റ്റോറീസ് അബൌട്ട് എ മാൻ ഈറ്റിംഗ് ടൈഗർ. റെഗുലർലി എന്ന് വെച്ചാൽ പതിവായി, ടോൾഡ് ആൻഡ് ഷെയർഡ് എന്ന് പറയുകയും പിന്നെ പങ്കിടുകയും, ഷെയർ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കൈമാറ്റം ചെയ്യുക അല്ലെങ്കിൽ പങ്കിടുക എന്നൊക്കെയാണ് വരുന്നത്. സ്റ്റോറീസ്, കഥ, അബൌട്ട് എ മാൻ ഈറ്റിംഗ് ടൈഗർ. മാൻ ഈറ്റിംഗ് ടൈഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ കൊന്നു തിന്നുന്ന കടുവയെ കുറിച്ചിട്ടാണ് പതിവായി നമ്മുടെ ഈ ഒരു ടെമ്പൂൻ്റെ വില്ലേജിലുള്ള ഗ്രാമവാസികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. ദാറ്റ് വാസ് ഫ്രീക്വൻലി സൈറ്റഡ് നിയർ ദി ടണൽസ്. അപ്പോൾ അവർ പറയുന്നതിൽ എന്താ നമുക്ക് മനസ്സിലാവുന്നത്, അതായത് ഫ്രീക്വൻലി ഈ അടുത്തായിട്ട് തന്നെ അതിനെ സൈറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണപ്പെടുന്നത് അല്ലേ, നിയർ ദി ടണൽസ്, സുരംഗത്തിനടുത്തായിട്ട് തന്നെ അതിനെ പതിവായി കാണപ്പെടാൻ കഴിഞ്ഞെന്ന് ഇവരിങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഓരോന്ന് പറഞ്ഞ് എല്ലാവരും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. നെക്സ്റ്റ് നോക്കാം. ബാൽഡിയോ വാസ് വെൽ അവെയർ ഓഫ് ദി ടെറിബിൾ റിസ്ക്. ഇപ്പോൾ എന്താണ്, നമ്മുടെ ബാൽഡിയും ഈ ഒരു തുരങ്കത്തിൻ്റെ അടുത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവനും വെൽ അവെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ബോധവാനാണ്. അവെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോധവാൻ എന്നാണ്. അപ്പം വെൽ അവെയർ എന്ന് വെച്ചാൽ വളരെയധികം ബോധവാനാണ്. ഓഫ് ദി ടെറിബിൾ റിസ്ക് അല്ലേ. ടെറിബിൾ റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭയാനകമായിട്ടുള്ള അപകട സാധ്യതയെക്കുറിച്ച് വളരെയധികം ബോധവാനാണ് നമ്മുടെ ടെമ്പൂൻ്റെ അച്ഛനായിട്ടുള്ള ബാൽഡിയോ. ബട്ട് ഹി വാസ് കോൺഫിഡൻറ്റ് ഇൻ ഹിസ് എബിലിറ്റീസ് ടു കൺഫ്രണ്ട് ദി വൈൽഡ്. പക്ഷേ പിന്നെ എന്താണ് പറയുന്നത്, പക്ഷേ ഹി വാസ് കോൺഫിഡൻറ്റ് അല്ലേ, അദ്ദേഹം അത്രയധികം കോൺഫിഡൻ്റ് ആണ്, ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇൻ ഹിസ് എബിലിറ്റീസ്, അദ്ദേഹത്തിനുള്ളിലെ കഴിവിന്, എബിലിറ്റി ഉണ്ടെന്ന് അദ്ദേഹം ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. എന്തിൻ്റെ എബിലിറ്റിയാണ്, കൺഫ്രണ്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ആ ഒരു വൈൽഡ് എനിമൽസിനെ പ്രതിരോധിക്കാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇതിനെ പ്രതിരോധിക്കാനുള്ള ആത്മബലം ഇയാൾക്കുണ്ടെന്ന് ഈ ഒരു ബാൽഡിയോ വിശ്വസിക്കുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം നമുക്ക്. ടെമ്പു ഒക്കേഷണലി അക്കമ്പനീഡ് ഹിസ് ഫാദർ ഓൺ ഹിസ് ജോബ്. അപ്പോൾ എന്താണ് ഇവിടെ, ടെമ്പു ചില സമയങ്ങളിലായിട്ട് ഒക്കേഷണലി തന്നെ നമ്മുടെ ഫാദറിൻ്റെ ജോബിൻ്റെ സ്ഥലത്തേക്ക് പോകാറുണ്ട്, അക്കമ്പനി ചെയ്യാറുണ്ട്, അനുഗമിക്കാറുണ്ടെന്ന് പറയും. അക്കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് സ്ലപ്റ്റ് ഇൻസൈഡ് ദ ലിറ്റിൽ ഹട്ട്. അപ്പം ജോലിക്ക് പോയി കഴിഞ്ഞാൽ എപ്പം നൈറ്റ് ടൈമിലായിരിക്കുമല്ലോ ഈ ഒരു ലാമ്പിൻ്റെ ആവശ്യം വരുന്നത്. അപ്പം ഇദ്ദേഹം ഈ ഒരു ലൈറ്റും ഒബ്സ്ട്രക്ഷൻസും ഒന്നും ഇല്ലാന്ന് നോക്കുന്ന ഇളയിൽ നമ്മുടെ ടെമ്പു എന്തായിരിക്കും അതിൻ്റെ അടുത്ത് കാണുന്ന ഒരു ചെറിയൊരു കുടിൽ, ലിറ്റിൽ ഹട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുടിൽ എന്നാണ് അർത്ഥം വരുന്നത്. അവിടെ കിടന്ന് ഉറങ്ങാറുണ്ട്. നോട്ട് ഓൺലി വാസ് ഹി ഫെമിലിയർ വിത്ത് ദ ജംഗിൾ ബട്ട് ഹി ഓൾവേസ് ക്യാരിഡ് എ വെപ്പൺ. അപ്പോൾ എന്താണ്, നോട്ട് ഓൺലി വാസ് ഹി ഫെമിലിയർ വിത്ത് ദ ജംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബാൽഡിയോക്ക് ജംഗിളിനെ കുറിച്ച് മാത്രം പരിചയം കൂടുതലുള്ളൂ അല്ലേ. അയാൾക്ക് കാടിനെ മാത്രമേ കൂടുതലായിട്ട് പരിചയമുള്ളൂ. അപ്പം ഈ ഒരു ടണലിൻ്റെ അടുത്തേക്ക് വരുമ്പം അതിൻ്റെ ഉള്ള ഒരു അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന രീതിയിലാണ് ഒരു വെപ്പൺ അദ്ദേഹം കയ്യിൽ കരുതിയിരിക്കുന്നത്. ബട്ട് ഹി ഓൾവേസ് ക്യാരിഡ് എ വെപ്പൺ. ഓക്കെ. അപ്പം ആ ഒരു കാടിൻ്റെ ഉള്ളിലാണെങ്കിൽ എന്തെങ്കിലും ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ തന്നെ ഗ്രാമവാസികളൊക്കെ ഉണ്ട്, ഒരു ആൾബലത്തോടെ തന്നെ നേരിടാൻ കഴിയും. ഇപ്പം ഈ ഒരു ടണലിൻ്റെ അടുത്ത് ഇവനാണെങ്കിൽ ഇവനും ആ ഒരു കൊച്ചും മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട്
സെൽഫ് പ്രൊട്ടക്ഷനും മകൻ്റെ പ്രൊട്ടക്ഷനും വേണ്ടിയിട്ട് എന്താണ് ഒരു വെപ്പൺ കരുതിയിരിക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ചെമ്പുവിൻ്റെ അച്ഛനായിട്ടുള്ള അച്ഛൻ. ഓക്കെ, ആൻഡ് he was confident in his abilities and he also knew how to use a tiny axe deftly and efficiently. അപ്പോൾ എന്താണ് നേരത്തെ പറഞ്ഞ ഒരു സെൻറ്റൻസ് എന്താണ്? he was confident in his abilities. എബിലിറ്റീസ് എന്ന കഴിവ് എന്നാണ് അർത്ഥം വരുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ കഴിവിൽ അദ്ദേഹത്തിന് അതിയായിട്ടുള്ള ആത്മവിശ്വാസമുണ്ട് ബാൽഡിയോക്ക്. ആൻഡ് ഹി ഓൾസോ ന്യൂ ഹൗ ടു യൂസ് എ ടൈനി എക്സ്. എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടാലി എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം അല്ലേ, ന്യൂ ഹൗ ടു യൂസ് എ ടൈനി എക്സ്, എങ്ങനെയാണ് ഒരു ഇത്രയും ചെറിയ ഒരു കോടാലി യൂസ് ചെയ്യേണ്ടതെന്ന് ഈ ഒരു ബാൽഡിയോക്ക് അറിയാം. ഡെഫ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ സമർത്ഥമായി എന്നാണ് കേട്ടോ ഡെഫ്ലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് എഫിഷ്യൻ്റ്ലി എന്ന് വെച്ചാൽ കാര്യക്ഷമമായിട്ടെന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ലൈൻ നോക്കാം. Tembu awoke one night to see his father checking the signal bulb and decided to follow him. But Baldio advised Tembu to stay in the hut for his own safety. അപ്പോൾ എന്താണ് നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞത്? Tembu awoke one night to see his father checking the signal bulb അല്ലേ. അപ്പം ഒരു ദിവസം രാത്രി നമ്മുടെ ചെമ്പു ഉണർന്നു. വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണർന്നു. എന്താണ് നമ്മുടെ ഈ ഒരു ഫാദർ ചെക്ക് ചെയ്യുന്നത്, ഈ ഒരു സിഗ്നൽ ബൾബിനെ ചെക്ക് ചെയ്യുന്നത് നോക്കാൻ വേണ്ടി ഈ ചെമ്പു ഒരു ദിവസം രാത്രി ഉണർന്നു. ആൻഡ് ഡിസൈഡഡ് ടു ഫോളോ ഹിം. എന്നിട്ട് എന്താണ് അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. പക്ഷേ ബാൽഡിയോ അഡ്വൈസ്ഡ് ടെമ്പു ടു സ്റ്റേ ഇൻ ദി ഹട്ട്. അപ്പം ഇത് അറിഞ്ഞതിനെ തുടർന്ന് നമ്മുടെ ബാൽഡിയോ എന്താണ് പറയുന്നത്? ഒരു ഉപദേശിക്കാണ്. അഡ്വൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപദേശിക്കുക. നമ്മുടെ ചെമ്പുവിനോടായിട്ട് പറയാണ് സ്റ്റേ ഇൻ ദി ഹട്ട്, ഹട്ടിൽ സ്റ്റേ ചെയ്യാൻ. ആൻഡ് അതിൻ്റെ മുകളിലല്ല, ഫോർ ഹിസ് ഓൺ സേഫ്റ്റി. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ടെമ്പുവിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവനോട് ആ ഒരു ഹട്ടിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെമ്പുവിൻ്റെ ഫാദർ പറഞ്ഞിട്ടുള്ളത്. സൂൺ ഹി ഫൗണ്ട് ദി ഗ്രൗണ്ട് ഷേക്കിംഗ് വിച്ച് വാസ് ഡ്യൂ ടു ആൻ ഓൺ കമ്മിങ് ട്രെയിൻ. പിന്നെ എന്താണ് നെക്സ്റ്റ് സംഭവിക്കുന്നത്? സൂൺ ഹി ഫൗണ്ട്, കണ്ടെത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ടെത്തി ദ ഗ്രൗണ്ട് ഷേക്കിംഗ് വിച്ച് വാസ് ഡ്യൂ ടു ആൻ ഓൺ കമ്മിങ് ട്രെയിൻ. അതായത് എന്താണ്? ഗ്രൗണ്ട് ഷേക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. ഒരു ട്രെയിൻ വരുമ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഒന്ന് വിറയ്ക്കുന്ന പോലെ നമുക്ക് തോന്നില്ലേ? ഷേക്ക് ചെയ്യാന്ന് വെച്ചാൽ വിറയ്ക്കുന്ന പോലെ അല്ലേ. അപ്പം ഇതെന്തിനാണ്? ഓൺ കമ്മിങ് ട്രെയിൻ. അപ്പോൾ എന്താണ്? കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ടെത്തുണ്ടായി നമ്മുടെ ഈ ഒരു സ്ഥലം, അദ്ദേഹം നിൽക്കുന്ന ആ ഒരു ഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഷേക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഒരു ട്രെയിൻ ഇപ്പോൾ അങ്ങോട്ടേക്ക് ആ തുരങ്കത്തിനുള്ളിലേക്കായിട്ട് വരുന്നുണ്ടെന്ന്. ആസ് ബാൽഡിയോ ലുക്ക്ഡ് ഇൻ ഫ്രണ്ട്, a tiger suddenly appeared at the entrance of the tunnel. അപ്പം ബാൽഡിയോ മുന്നിലേക്ക് നോക്കിയപ്പം ലുക്ക്ഡ് ഇൻ ഫ്രണ്ട്, അദ്ദേഹത്തിൻ്റെ മുന്നിലായിട്ടായിട്ട് നോക്കിയപ്പോൾ ഒരു ടൈഗർ സഡൻലി അപ്പേർഡ്. സഡൻലി അപ്പേർഡ് എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ പ്രത്യക്ഷപ്പെടുക എന്നാണ് സഡൻലി അപ്പേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറ്റ് ദി എൻട്രൻസ് ഓഫ് ദി ടണൽ. എൻട്രൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവേശന ഭാഗത്ത് തന്നെ, ഇവിടെ നമ്മുടെ ഈ ഒരു തുരങ്കത്തിൻ്റെ പ്രവേശന ഭാഗത്ത് തന്നെ നമ്മുടെ ഈ ഒരു ടൈഗർ പ്രത്യക്ഷമായിട്ട് നമ്മുടെ ബാൽഡിയോ കാണുകയാണ് ചെയ്യുന്നത്. ആൻഡ് അപ്രോച്ച്ഡ് ടുവേർഡ് ബാൽഡിയോ. എന്താണ്? പെട്ടെന്ന് തന്നെ ആ ഒരു എൻട്രൻസിൽ ഉണ്ടായിരുന്ന കടുവ ബാൽഡിയോൻ്റെ അടുത്തേക്കായിട്ട് വരുന്നുണ്ട്, അപ്രോച്ച് ചെയ്യുന്നത്. ടുവേർഡ് ബാൽഡിയോ. When the tiger attacked, Baldio stepped to the side and struck the tiger with his axe. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു ടൈഗർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി നമ്മുടെ ബാൽഡിയോനെ. ആൻഡ് ബാൽഡിയോ സ്റ്റെപ്പ് ടു ദി സൈഡ്. സ്റ്റെപ്പ് ടു ദി സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വശത്തേക്ക് ചവിട്ടി. ആൻഡ് സ്ട്രക്ക് ദി ടൈഗർ വിത്ത് ഹിസ് ആക്സ്. എന്താണ്? നമ്മുടെ ഈ ഒരു ടൈഗറിനെ, ആ ഒരു കടുവയെ കോടാലി കൊണ്ട് അടിച്ചു. ഓക്കെ, സ്ട്രക്ക് ദി ടൈഗർ വിത്ത് ആക്സ്, അല്ലെങ്കിൽ വെട്ടിയെന്നൊക്കെ നമുക്ക് പറയാം. ബോത്ത് ഓഫ് ദം ബാറ്റിൽഡ് ടയേഴ്സ്ലി. അപ്പോൾ എന്താണ്? കുറേ നേരത്തെ ഒരു ബാറ്റിൽ, ആ ഒരു യുദ്ധം എന്ന് പറയാം, നമുക്ക് അവിടെ നടക്കുന്ന അടിപിടി കാരണം ഇരുവരും തന്നെ ആ ഒരു അടിപിടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ട് ഇരുവരും ഇങ്ങനെ തളരാതെ പോരാടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കാമെന്നാണ്. ബോത്ത് ഓഫ് ദം ബാറ്റിൽഡ് ടയേർഡ്സ്ലി എന്ന് പറയുന്നത്. ബട്ട് ഇൻ ദ എൻഡ്, എന്നിരുന്നാലും പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിൽ, ബട്ട് ഇൻ ദി എൻഡ് ബാൽഡിയോ കംബർഡ് ടു ഹിസ് ഇഞ്ചുറീസ്. കംബർഡ് ടു ഹിസ് ഇഞ്ചുറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പരിക്കിനാൽ ഇങ്ങനെ കുറേ തളരാതെ പോരാടിയുണ്ടല്ലോ. അപ്പം കൂടുതലും ഒരു ആനിമലിൻ്റെ കൂടെ എത്ര കണ്ട് നമ്മൾ പോരാടി കഴിഞ്ഞാലും നമ്മൾ ഒറ്റയ്ക്കാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അവസാനമായിട്ട് നമ്മുടെ ടെമ്പുവിൻ്റെ അച്ഛൻ കീഴടങ്ങാണ്. അത്രയും പരിക്ക് അദ്ദേഹത്തിന് ഏൽക്കാണ് ചെയ്യുന്നത്. ടെമ്പു ഡിസ്കവേർഡ് ഹിസ് ഫാദേഴ്സ് ചാർട്ടേഡ് ബോഡി ഇൻ ദ ടണൽ. അപ്പോൾ എന്താണ്, പിന്നെ ടെമ്പു കണ്ടെത്താണ്, ഡിസ്കവർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടെത്തുകയാണ്. ഷാറ്റേർഡ് ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ തകർന്ന എന്നാണ്. അപ്പം ഷാറ്റേർഡ് ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് പോരാടി ജീവൻ വെടിഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ബോഡി ടണൽ തുരങ്കത്തിൻ്റെ ഉള്ളിൽ നിന്ന് ടെമ്പു കണ്ടെത്താണ്. ദ സോബിങ് യങ്സ്റ്റർ സ്റ്റേഡ് വിത്ത് ഹിസ് ഫാദേഴ്സ്. അപ്പോൾ അച്ഛൻ മരിച്ചു കഴിഞ്ഞാണ്. അപ്പോൾ എന്താണ്, ഈ ഒരു കുട്ടി, യങ്സ്റ്റർ, യുവാവ്, അല്ലെങ്കിൽ ആ ഒരു ഈ ഒരു ടെമ്പു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി എന്താണ്, സോബ് ചെയ്യാനല്ലേ, കരഞ്ഞുകൊണ്ട് തന്നെ സ്റ്റേഡ് വിത്ത് ഹിസ് ഫാദേഴ്സ് ലൈഫ്ലെസ് ബോഡി ഓൾ നൈറ്റ് ടു കീപ് സ്കാവഞ്ചർഡ് ആനിമൽസ് ലൈക്ക് ഹാൻഡ്സ് അവേ ഫ്രം ഇറ്റ്. ഇപ്പം എന്താണ് ഇത്, ഈ ഒരു കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ അവൻ്റെ അച്ഛൻ്റെ ഈ ഒരു ചേതനയറ്റ ലൈഫ്ലെസ് ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേതനയറ്റ ശരീരത്തിൻ്റെ മുന്നിലായിട്ട് തന്നെ ആ ഒരു ഓൾ നൈറ്റും അത് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ അവിടെ നിൽക്കുകയാണ് നമ്മുടെ ടെമ്പു ചെയ്യുന്നത്. ടു കീപ് സ്കാവഞ്ചർ ആനിമൽസ്. എന്തിനാണ് അങ്ങനെ നിൽക്കാൻ കാരണം, സ്കാവഞ്ചർ ആയിട്ടുള്ള ആനിമൽസ് ഉണ്ടാവും അല്ലേ അവിടെ, അതായത് ഇങ്ങനെ തോട്ടി മൃഗങ്ങൾ എന്നാണ് നമ്മൾ അതിനെ പറയൽ, സ്കാവഞ്ചർ ആനിമൽസ്. ലൈക്ക് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹയനസ്, പിന്നെ എന്താണ്, അതായത് ഹൈനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുതപ്പുലികൾ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ആ ഒരു കഴുതപ്പുലികളിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ ജാക്കൽസൊക്കെ ഉണ്ടാവും, കുറുക്കന്മാർ, അവരിൽ നിന്നൊക്കെ ഈ ഒരു ബോഡീനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെമ്പു അവിടെ അവൻ്റെ അച്ഛൻ്റെ ബോഡിക്ക് മുന്നിൽ കാവൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. അവേ ഫ്രമിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അകറ്റി നിർത്തുക അല്ലേ, അവരെ എല്ലാം അകറ്റി നിർത്തിക്കൊണ്ട് ഈ ഒരു ബോഡിക്ക് കാവൽ നിൽക്കുകയാണ്. ദ ഫാമിലി സ്ട്രഗിൾഡ് വിത്ത് ദ ലോസ് ഫോർ മെനി ഡേയ്സ്. ഇപ്പോൾ എന്താണ്, ദ ഫാമിലി സ്ട്രഗിൾഡ്, അതായത് ഒരു നെടുംതൂണാണല്ലോ, അവരുടെ അന്നദാതാവാണ് ഇപ്പം മരിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണ്, കുറച്ച് കാലത്തേക്ക്, മെനി ഡേയ്സിലേക്ക്, കുറച്ചധികം കാലത്തേക്ക് തന്നെ ഇവർ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആഫ്റ്റർ മൗണിങ് ടെമ്പു റിട്ടേൺ ടു ദി ചാനൽ ആൻഡ് കണ്ടിന്യൂസ് ഹിസ് ഫാദേഴ്സ് ജോബ്. അപ്പോൾ ആൻഡ് ആഫ്റ്റർ മൗണിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിലാപത്തിന് ശേഷം അല്ലേ, നമുക്ക് നമ്മുടെ സ്വന്തം ഫാദർ ഒരു മദർ അങ്ങനെ ആരെയാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വിലാപം ഉണ്ടാവും അല്ലേ, അതിനൊക്കെ ശേഷം മൗണിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിലാപം എന്നാണ് കേട്ടോ വരുന്നത്. അതിന് ശേഷം എന്താണ്, ടെമ്പു റിട്ടേൺ ടു ദി ചാനൽ. അപ്പോൾ ഓർക്കുക, ഒരു 12 വയസ്സുള്ള കുട്ടിയാണ്, അവനെന്താണ് ഈ ഒരു മരണത്തിന് ശേഷം അവൻ്റെ അച്ഛൻ്റെ ജോലിയിലേക്ക് തിരിച്ച് കിടക്കുകയാണ്. ടെമ്പു റിട്ടേൺ ടു ദി ചാനൽ ആൻഡ് കണ്ടിന്യൂ ഹിസ് ഫാദേഴ്സ് ജോബ്. എന്താണ്, അവൻ്റെ അച്ഛൻ്റെ പണി കണ്ടിന്യൂ ചെയ്യാണ്. ഡിവോട്ടഡ് ടു ഹിസ് ഫാദേഴ്സ് ലെഗസി. അപ്പോൾ എന്താ ഇവിടെ പറയുന്നുണ്ട്, ഡിവോട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അർപ്പിതരാവുക എന്നല്ലേ, അത്രയ്ക്ക് ആ ഒരു പണിയിലേക്ക് കൂടുതലായിട്ട് എന്തായാലും അവൻ്റെ ഉപജീവന മാർഗമായിട്ട് ആ ഒരു പണി അവന് അത്യാവശ്യമാണ്, അതുകൊണ്ട് തന്നെ അതിലേക്ക് മുഴുകുകയാണ് ചെയ്യുന്നത്. ടു ഹിസ് ഫാദേഴ്സ് ലെഗസി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരമ്പര്യം എന്നാണ് കേട്ടോ വരുന്നത്. അപ്പം ലെഗസി, അവൻ്റെ അച്ഛൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെ ആ ഒരു ജോബിലേക്ക് തന്നെ അവൻ റിട്ടേൺ ചെയ്യാണ്ട്. ഹി എൻഷുർഡ് ദാറ്റ് ദി സിഗ്നൽ ലൈറ്റ് വാസ് ഓൾവേസ് ലിറ്റ് ആൻഡ് ക്ലിയർഡ് ഓൾ ദി ഹിൻഡ്രാൻസ് ഇൻ ദി ചാനൽ. അപ്പോൾ എന്താണ്, ഇതുവരെ അവൻ്റെ അച്ഛൻ ചെയ്തിരുന്ന പണിയാണ് ഇപ്പോൾ അവൻ ചെയ്യുന്നത്. അവന് ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. ഹി എൻഷുർഡ് ദാറ്റ് ദി സിഗ്നൽ ലൈറ്റ് വാസ് ഓൾവേസ് ലിറ്റ്. ഇതെന്താണ്, ആ ഒരു തുരങ്കത്തിനുള്ള സിഗ്നൽ ലൈറ്റ് എപ്പോഴും ഓൾവേസ് ലിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. ആൻഡ് ക്ലിയർഡ് ഓൾ ദി ഹിൻഡ്രാൻസ് ഇൻ ദി ചാനൽ. അപ്പോൾ എന്താണ്, ആ ഒരു തുരങ്കത്തിനുള്ളിലെ എന്തെങ്കിലും തടസ്സങ്ങൾ, ഹിൻഡ്രാൻസ്
അത് ക്ലിയർ ആയിരിക്കണം. ഇതാണ് അവൻ്റെ മെയിൻ ജോലി. അപ്പോൾ അതിൽ അവന് ഒരു കർമ്മനിരതനാവുകയാണ് ചെയ്യുന്നത്. ഹി ഓൾസോ ക്യാരിഡ് ദ സെയിം ആക്സ് വിച്ച് വാസ് എ ട്രിബ്യൂട്ട് ടു ഹിസ് ലേറ്റ് ഫാദർ ആൻഡ് ആസ് എ കമ്മിറ്റ്മെൻറ്റ് ടു പ്രൊട്ടക്ട് ഹിസ് ഫാമിലി. അപ്പോൾ എന്താണ് അവൻ്റെ കൂടെയും ഹി ഓൾസോ ക്യാരിഡ് ദ സെയിം ആക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അച്ഛൻ ബാൽഡിയോ ഉപയോഗിച്ചിരുന്ന അതേ ആക്സ് തന്നെ കോടാലി തന്നെ അവനും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. വിച്ച് വാസ് എ ട്രിബ്യൂട്ട് ടു ഹിസ് ലേറ്റ് ഫാദർ. എന്തിനു വേണ്ടിയിട്ടാണ് ട്രിബ്യൂട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അച്ഛന് വേണ്ടിയിട്ടുള്ള ആ ഒരു ആദരാഞ്ജലി നേർന്നുകൊണ്ടാണ് അവനും ആ ഒരു കോടാലി കൈവശം വെച്ചിരിക്കുന്നത്. ആൻഡ് ആസ് എ കമ്മിറ്റ്മെൻറ്റ് ടു പ്രൊട്ടക്ട് ഹിസ് ഫാമിലി. എന്താണ് അവൻ്റെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു പ്രതിബദ്ധത കൂടെയാണ് ആ ഒരു ആക്സിൽ അവൻ കാണുന്നത്. ചെമ്പു ബിക്കെയിം ദ ന്യൂ പ്രൊട്ടക്ടർ ആൻഡ് ദ ബ്രെഡ് വിന്നർ ഓഫ് ഹിസ് ഫാമിലി. അപ്പം ഇവിടെ നമ്മുടെ ഈ ഒരു ചെമ്പു എന്ന് പറയുന്ന കഥാപാത്രം പിന്നീടൊരു പുതിയ പ്രൊട്ടക്ടറും കൂടാതെ അവൻ്റെ ഫാമിലിയിലുള്ള ബ്രെഡ് വിന്നറും കൂടെ, അന്നദാതാവ് എന്നും കൂടെയാണ് കേട്ടോ. കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അന്നദാതാവ് കൂടെയാണ് നമ്മുടെ ഈ ഒരു ചെമ്പു ആയി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ടൈഗർ ഇൻ ദ ടണൽ എന്ന സ്റ്റോറിയിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സമ്മറി മാത്രമാണ് ഞാനിവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിൽ കുറച്ച് നമുക്ക് അറിയാത്ത വേർഡ്സും അതിൻ്റെ മീനിങ്സും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കാം PDF വെച്ചിട്ട്. ഇനി കുറച്ച് നമുക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നോക്കാം, ഡിസ്കസ് ചെയ്യാം. അപ്പം ഫസ്റ്റ് നമുക്കുണ്ടല്ലോ ഈ ഒരു ക്വസ്റ്റ്യൻസിൽ വരുന്നത് നെയിം ദ 4 വൈൽഡ് ആനിമൽസ് വിച്ച് വേർ ടു ബി ഫൗണ്ട് ഇൻ ദി ഫോറസ്റ്റ്. അപ്പോൾ ഫോറസ്റ്റിൽ കാട്ടിൽ കാണുന്ന 4 വന്യജീവികളെക്കുറിച്ച് പറയാൻ, അവരുടെ നെയിം പറയാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്. ഇത് എന്ത് വേണമെങ്കിലും പറയാം. അത്രയ്ക്കും വൈൽഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. ടൈഗർ പറയാം, നമുക്ക് പാന്തർ പറയാം, ഡിയർ, ബാർക്കിൻ ഡിയർ ഒക്കെ എന്താണ് ഈ ഒരു ഫോറസ്റ്റിൽ കാണുന്ന വൈൽഡ് ആനിമൽസ് ആണ്. പിന്നെ വാസ് ബാൽഡിയോ അഫ്രെയ്ഡ്, വിച്ച് സെൻറ്റൻസ് ഇൻ ദ പാസേജ് ഗിവ്സ് യു ദ ആൻസർ എന്ന്. അപ്പം വാസ് ബാൽഡിയോ അഫ്രെയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാൽഡിയോ ആരാണ്? ടെമ്പുവിൻ്റെ അച്ഛനാണ്. അപ്പോൾ ആ ഒരു ടെമ്പുവിൻ്റെ അച്ഛന് പേടിച്ചിട്ടുണ്ടായിരുന്നോ എന്നാണ് ചോദിച്ചത്. അപ്പം ഈ ഒരു പാസേജിലുള്ള ഏത് സെൻറ്റൻസ് ആണ് ഇതിനുള്ള ആൻസർ കൊടുക്കുന്നതെന്നാണ്. ശരിക്കും അദ്ദേഹം പേടിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല അല്ലേ. എൻ്റെ ആൻസർ വരുന്നത് ഇല്ല എന്നാണ്. വാസ് ബാൽഡിയോ അഫ്രെയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഇല്ല, നോ എന്ന് നമുക്ക് എഴുതാം അല്ലേ. അപ്പം പാസേജിലെ സെൻറ്റൻസ് എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ബാൽഡിയോ വോൾക്ക്ഡ് കോൺഫിഡൻ്റ്ലി ഫോർ ബീങ് എ ട്രൈബൽ ഹിംസെൽഫ് ഹി വാസ് യൂസ്ഡ് ടു ദി ജംഗിൾ ആൻഡ് ഇറ്റ്സ് വേസ് അല്ലേ. അവനൊരു ആദിവാസിയാണ്, അവന് കോൺഫിഡൻ്റ് ആണ്, ആ കാട്ടിലുള്ള മൃഗങ്ങളെ നേരിടാമെന്ന് അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആണ് അദ്ദേഹം. അപ്പോൾ അത് തന്നെയാണ് അദ്ദേഹത്തിന് ഒരു അഫ്രെയ്ഡും ഇല്ലാതിരുന്നത്. ഇതിൻ്റെ ആൻസർ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വെപ്പൺ ഡിഡ് ഹി ക്യാരി, ഹൂ ഹാഡ് മെയ്ഡ് ഇറ്റ്. അപ്പം എന്ത് വെപ്പണാണ് ക്യാരി ചെയ്തിരിക്കുന്നത് എന്ന് ഇവിടെ ചോദിക്കുന്ന. ടെമ്പു ക്യാരി ചെയ്തിരിക്കുന്നത് എന്ത് വെപ്പണാണ്? ആക്സ് ആണ് അല്ലേ. ആക്സ് ആണ്. ആക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടാലി, ഒരു ചെറിയ ടൈനി അല്ലെങ്കിൽ സ്മോൾ ആക്സ് ആണ് കയ്യിലിരിക്കുന്നത്. ഹൂ മെയ്ഡ് ഇറ്റ്, ആരാണ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായത്? ടെമ്പുവിൻ്റെ അച്ഛൻ തന്നെയാണ്, ബാൽഡിയോ ആണ് ഇത് ഉണ്ടാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം ടെമ്പു ആണ് പിന്നീട് അത് കയ്യിലാക്കി വെക്കുന്നത്. നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഡിഡ് ദി ബാർക്കിൻ ഡിയർ കോൾ ഔട്ട് ബിക്കോസ്, എന്തുകൊണ്ടാണ് ബാർക്കിൻ ഡിയർ കോൾ ഔട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാർക്കിൻ ഡിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുരയ്ക്കുന്ന പട്ടി, ബാർക്കിൻ ഡിയർ കുരയ്ക്കുന്ന ഒരു നമ്മുടെ കാട്ടിൽ നിൽക്കുന്ന ഒരു മാനാണ്, ഒരു ടൈപ്പ് ഡിയറാണ് വരുന്നത്, മാനുകളാണ് വരുന്നത്. അപ്പം അത് കോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്, സഹായത്തിനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താണെന്നാണ് ഇവിടുന്ന് 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതൊന്ന് ഓപ്ഷൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഫസ്റ്റ് വരുന്ന ഇറ്റ്സ് ഓ ബാൽഡിയോ, അതെന്താണ്? ബാൽഡിയോനെ കണ്ടിട്ടായിരുന്നു അങ്ങനെ ചെയ്യാൻ വിളിക്കാൻ കാരണം, അല്ലെങ്കിൽ അതിങ്ങനെ കരയാൻ കാരണം എന്ന്. ആൻഡ് ഇറ്റ്സ് ഓ ടൈഗർ, അത് ഒരു ടൈഗറിനെ കണ്ടിട്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് അഫ്രെയ്ഡ് ഓഫ് ദി ടൈഗർ, എന്താണ് അത്? ഇറ്റ് വാസ് അഫ്രെയ്ഡ് ഓഫ് ദി ഡാർക്ക്, സോറി കേട്ടോ. അപ്പം അത് ഇരുട്ടിനെ ഭയന്നിട്ടാണ് അങ്ങനെ ഹെൽപ്പിനായിട്ട് വിളിക്കാൻ കാരണം. അല്ലെങ്കിൽ ഇറ്റ് വാസ് കോളിംഗ് ടു ഇറ്റ്സ് മൈറ്റ്, അത് അതിൻ്റെ ഇണയെ വിളിച്ചതായിരുന്നു. ഇതിലേതാണ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇത് നമ്മുടെ സ്റ്റോറിയിൽ ഉണ്ടായിരുന്നതാണ്. നമ്മളിപ്പം സമ്മറി പഠിച്ചതിനെ കൊണ്ട് തന്നെ
നിങ്ങൾക്ക് വലിയ ഐഡിയ കാണില്ല. എന്നിരുന്നാലും അതിൽ ബാർക്കിംഗ് ഡിയറിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് സോ എ ടൈഗറിനെ കണ്ടപ്പോഴാണ് ബാർക്കിംഗ് ഡിയർ ഇങ്ങനെ കരയാൻ കാരണം, അല്ലെങ്കിൽ അത് ഇങ്ങനെ ഒരു ശബ്ദം പുറപ്പെടുവിക്കാൻ കാരണം. ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ആൻഡ് 5th വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ഡിഡ് ടെമ്പു നോ ദാറ്റ് ദി ട്രെയിൻ വാസ് കമ്മിങ്? എങ്ങനെയാണ് ടെമ്പുവിന് മനസ്സിലായത് ട്രെയിൻ വരുന്നുണ്ടെന്ന്? എങ്ങനെയാണ്? അതിപ്പോൾ നമ്മൾ പറഞ്ഞ ഷോർട്ട് പാസേജിലും ഉണ്ടായിരുന്നു. അതായത് ആ ഒരു ഷിവർ ചെയ്തിട്ടല്ലേ, ആ ഒരു ഗ്രൗണ്ടിനെ ട്രംബിൾ ചെയ്തും കൊണ്ട് വിറപ്പിച്ചും കൊണ്ടാണ് ആ ഒരു ട്രെയിന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് ടെമ്പുവിന് മനസ്സിലായിരുന്നത് ട്രെയിൻ വരുന്നുണ്ടെന്ന്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹി വെയിറ്റിംഗ് ഫോർ? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ടെമ്പു വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അപ്പം ഈ ഒരു സന്ദർഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് അച്ഛൻ്റെ കൂടെ വർക്കിന് പോയി കഴിഞ്ഞാൽ ആ ഒരു ചെറിയ കുടിലിൽ കിടന്നിട്ടാണല്ലോ കിടന്നുറങ്ങുന്നത്. ആ ഒരു ടൈമിലാണ് ഇവനിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. അതായത് അവൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണ് അവൻ വെയിറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഫുഡ് സ്റ്റെപ്സ്, അദ്ദേഹം നടന്നു വരുന്നത്, പിന്നാണെങ്കിൽ എപ്പം ഈ ഒരു ട്രെയിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ അതിന് അവൻ കൂടുതലായിട്ട് കാത്തിരുന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ആൻസർ അതാണ് വരുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ട് മെയ്ഡ് ബാൽഡിയോസ് ജോബ് ആസ് സിഗ്നൽമാൻ ഡേഞ്ചറസ് എന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ബാൽഡിയോൻ്റെ ജോബ് ഇത്രയ്ക്കും ഡേഞ്ചറസ് ആണ്, അപകടമാണെന്ന്, ഈ ഒരു സിഗ്നൽമാൻ്റെ പണി ഡേഞ്ചറസ് ആണെന്ന് വരാൻ കാരണം എന്താണ്? ഏത് ടൈം വേണമെങ്കിലും ഈ ഒരു ബാൽഡിയോക്ക് ഒരു ടൈഗറിനെ ഫേസ് ചെയ്യേണ്ടി വരും അല്ലേ, സിഗ്നൽമാൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജോബ് അത്രയ്ക്കും കഠിനമാണ് അല്ലെങ്കിൽ ഡേഞ്ചറസ് ആണെന്ന് പറയാൻ കാരണം. ഇനി നെക്സ്റ്റ് നോക്കാം, പിക്ക് ഔട്ട് വേർഡ്സ് ആൻഡ് ഫ്രേസസ് ഫ്രം ദി ടെക്സ്റ്റ് ദാറ്റ് ഡിസ്ക്രൈബ് ദി ടൈഗർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ താഴെ കൊടുത്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞു തരാം. അപ്പം അതിൽ ഈ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്ക് ഔട്ട് വേർഡ്സ് ആൻഡ് ഫ്രേസസ് അല്ലേ, വേർഡ്സും ഫ്രേസസും ടെക്സ്റ്റിൽ നിന്ന് പിക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈഗറിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ പാസേജിലുണ്ട്, ഇപ്പം നമ്മൾ പറഞ്ഞ സമ്മറിയിലുണ്ട്. അതായത് മാൻ ഈറ്റിംഗ് ടൈഗർ അല്ലേ, അപ്പം നമ്മൾ പറഞ്ഞ ഇറ്റ് വാസ് എ മാൻ ഈറ്റർ എന്ന് ആൻസർ ചെയ്താൽ മതി. ആൻഡ് 8th ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് വാസ് ബാൽഡിയോ മോർ വറീഡ് അബൌട്ട്, ഹിസ് ഓൺ സേഫ്റ്റി ഓർ ഹിസ് സൺസ്? അപ്പം എന്തിനെക്കുറിച്ചാണ് കൂടുതലായിട്ട് സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ വറി ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ബാൽഡിയോ? അദ്ദേഹത്തിൻ്റെ തന്നെ സേഫ്റ്റിയെ കുറിച്ചിട്ടാണോ, അതായത് ഹിസ് ഓൺ സേഫ്റ്റി ഓർ ഹിസ് സൺസ്, അതായത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ സേഫ്റ്റിയെക്കുറിച്ച് ആലോചിച്ചിട്ടാണോ കൂടുതൽ വറി ചെയ്തിട്ടുണ്ടായിരുന്നത്? തീർച്ചയായിട്ടും ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഹിസ് സൺസ് എന്നായിരിക്കും അല്ലേ. തന്നെക്കാളും അധികം അദ്ദേഹത്തിന് കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ തന്നെ മകൻ്റെ ജീവന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടായിരുന്നു നമ്മുടെ ബാൽഡിയോക്ക് വറി ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, വൈ ഡിഡ് ബാൽഡിയോ ഡിസൈഡഡ് ടു ഫൈറ്റ് ദി ടൈഗർ? ബാൽഡിയോ എന്തുകൊണ്ടാണ് ടൈഗറിനോട് ഫൈറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്? അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്താണ്, ഒരു സ്മോൾ ടൈനി ആക്സ് ഉണ്ടായിരുന്നു അല്ലേ, അത് വെച്ചിട്ട് അതിനെ കൊല്ലാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അതിൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രക്ക് ബാൽഡിയോ വിചാരിച്ചിട്ടുണ്ട് അത്രക്കങ്ങ് ഡേഞ്ചറസ് അല്ല, ബാൽഡിയോ അങ്ങനെ ഹി ഡിഡ്ന്റ് തിങ്ക് ദി ടൈഗർ വാസ് ഡേഞ്ചറസ് അല്ലേ, അങ്ങനെ വിചാരിച്ചിട്ടാണ് അദ്ദേഹം ആ ഒരു ടൈഗറിൻ്റെ അടുത്ത് അറ്റാക്ക് ചെയ്യാൻ പോയിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, വൈ ഡിഡ് ടൈഗർ എൻ്റർ ദ ടണൽ? അപ്പോൾ എന്തുകൊണ്ടാണ് ടൈഗർ ടണലിലേക്ക് എൻ്റർ ചെയ്തിരിക്കുന്നത്? അപ്പം പെട്ടെന്ന് തന്നെ ആ ഒരു ടൈഗർ ടണലിലേക്ക് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ട്രാപ്പ് ചെയ്തതാണ്. അതായത് പെട്ടെന്ന് ആ ഒരു ട്രെയിൻ വരുന്നതിനെ കൊണ്ട് തന്നെ അതിന് ആ ഒരു കട്ടിങ് കടന്നിട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ട്രാപ്പ് ചെയ്തതിനെ കൊണ്ടാണ് പെട്ടെന്ന് തന്നെ ആ ഒരു തുരങ്കത്തിനുള്ളിലേക്ക് കടക്കാമെന്ന് നമ്മുടെ ടൈഗർ കരുതിയിരിക്കുന്നത്. ഹി വാസ് ട്രാപ്ഡ് വൻ ദ ട്രെയിൻ കെയിം റൈറ്റ് അലോങ് ദി കട്ടിങ് വാസ് ഇമ്പോസിബിൾ. ആൻഡ് വാട്ട് ഹാപ്പൻ ടു ദി ടൈഗർ? എന്താണ് പിന്നീട് ടൈഗറിന് സംഭവിച്ചിട്ടുണ്ടായിരുന്നതെന്ന്? അപ്പം ഇറ്റ് ഗോട്ട് കോട്ട് ഇൻ ദി കൗ ക്യാച്ചർ ഓഫ് ദി എൻജിൻ. ഇത് സ്റ്റോറിയിൽ ഉണ്ടാകുമ്പോഴാണ് ഞാൻ പറഞ്ഞറിയേണ്ട ആൻസറാണിത് വരുന്നത്. ഇറ്റ് ഗോട്ട് കോട്ട് ഇൻ ദി കൗ ക്യാച്ചർ ഓഫ് ദി എൻജിൻ. അപ്പം കൗ ക്യാച്ചർ, അപ്പോൾ എന്താണ് കൗ ക്യാച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിനൊക്കെ വരുന്ന അതിൻ്റെ ലോക്കോമോട്ടീവിൻ്റെ മുൻവശത്തായിട്ട് ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഉപകരണമാണ്. ഇതിൻ്റെ
പ്രത്യേകമായിട്ടുള്ള ധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്കിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അത് വഴിതിരിച്ച് വിടാനാണ് നമ്മുടെ ഈ ഒരു കൗ ക്യാച്ചർ ഉണ്ടാകുന്നത്. അപ്പം ടൈഗറിനെ ഈ ഒരു കൗ ക്യാച്ചർ കൊണ്ടുപോയിട്ട് എന്താണ് അതിൻ്റെ മുകളിൽ തട്ടി. അപ്പം ആ ഒരു അതാണ് ഈ ഒരു ടൈഗറിന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് 12th ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ വാസ് ദർ എക്സൈറ്റ്മെൻറ്റ് അറ്റ് ദിസ് സ്റ്റേഷനിൽ ആ ടൈമിൽ ഉണ്ടായിരുന്ന എക്സൈറ്റ്മെൻറ്റ് എന്തായിരുന്നു എന്നാണ്. ദ ഡ്രൈവർ ഫൗണ്ട് എ ടൈഗർ കട്ട് ഇൻ ഹാഫ് ജസ്റ്റ് അബവ് ദി കൗ ക്യാച്ചർ ഓഫ് ദി എൻജിൻ. അപ്പോൾ എന്താണ് നമ്മുടെ ഡ്രൈവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ ഓടിക്കുന്ന ആളാണ്. അദ്ദേഹം എന്ത് കണ്ടെത്തി? കട്ട് ഇൻ ഹാഫ്, അതായത് പകുതി വെട്ടിയ നിലയിൽ നമ്മുടെ കൗ ക്യാച്ചറിൻ്റെ അവിടെ ഒരു ടൈഗറിനെ ആ ഒരു എൻജിൻ്റെ അടുത്തായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. വൈ വാസ് ദർ എക്സൈറ്റ്മെൻറ്റ് അറ്റ് ദി സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് 13th ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് വാസ് ഹാപ്പനിങ് അറ്റ് ദി കട്ടിങ്. എന്താണ് കട്ടിങ്ങിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നതെന്ന്. ഇതെന്ന് വെച്ചാൽ അതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം. ദർ വാസ് നോ സൗണ്ട്. അവിടെ ഒരു സൗണ്ടും ഉണ്ടായിരുന്നില്ല. ഒരു ബോയ് അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഇരുന്നിട്ട് അവൻ്റെ അച്ഛൻ്റെ ബോഡീൻ്റെ അടുത്തായിട്ട് തന്നെ ഇരിക്കുന്നതാണ് കാണുന്നത്. വാട്ട് വാസ് ഹാപ്പനിങ് അറ്റ് ദ കട്ടിങ്ങിൻ്റെ അവിടെ എന്താണ് ഹാപ്പൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം 14th ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വൈ ഡിഡ് ടെബു സിറ്റ് ബൈ ഹിസ് ഫാദേഴ്സ് ബോഡി. എന്തുകൊണ്ടാണ് ടെബു അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ബോഡിക്കരികിൽ ഇരുന്നത്? കാരണം എന്താണ് നമ്മുടെ ആ ഒരു പാസേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് വന്യമൃഗങ്ങളിൽ നിന്നിട്ട് അവൻ്റെ അച്ഛൻ്റെ ബോഡീനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ടു ഗാർഡ് ദി ബോഡി ഫ്രം ജാക്കൽസ് ആൻഡ് ഹയൻസ്. 15th ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ഡിഡ് ടെമ്പു ടേക്ക് അപ്പ് ഹിസ് ഫാദേഴ്സ് ജോബ് സൂൺ ആഫ്റ്റർ ഹിസ് ഡെത്ത്. എന്തുകൊണ്ടാണ് ടെമ്പു അവൻ്റെ അച്ഛൻ്റെ മരണശേഷം ആ ഒരു ജോലി ഏറ്റെടുക്കാൻ കാരണം? ഓൾ ദ റെസ്പോൺസിബിലിറ്റി എല്ലാം അവൻ്റെ ആ ഒരു മുകളിലാണ് ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ബ്രെഡ് വിന്നർ എന്ന് വേണമെങ്കിൽ ടെമ്പുവിനെ പറയാം. പിന്നീടുള്ള അന്നദാതാവായിരുന്നു നമ്മുടെ ടെമ്പു മാത്രമാണ്. പിന്നീട് അവൻ്റെ ഇളയതായിട്ടൊരു അനിയത്തി മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പം അതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്റ്റോറി വരുന്നത്. എൻ്റെ ക്ലാസ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ താങ്ക് യു.